എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് എന്നോട് കർത്താവ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ തന്ന വചനം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കുവാനുള്ള ദൈവത്തിൻ്റെ സന്ദേശത്തെ നമുക്ക് ഏറ്റെടുക്കാം. ഇത് പ്രത്യേകിച്ച് സഭയോടുള്ള ഒരു സന്ദേശമാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നത്. ആ ദൂത് പങ്കുവെക്കുമ്പോൾ എന്നും എവിടെയും പങ്കുവെക്കുവാൻ കർത്താവ് തന്ന ഒരു വാക്ക് പറഞ്ഞോട്ടെ. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. യേശു ഉലകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഒന്ന്, സകല മനുഷ്യനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുക. യേശു കർത്താവ് ഉലകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന ശാപത്തെ മാറ്റുക. യേശു ഉലകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക. യേശു ഉലകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം മരണത്തിൻ്റെ അധീനമായി കിടക്കുന്ന മനുഷ്യനെ മരണത്തിൻ്റെ അധികാരിയായി പിശാചിൽ നിന്ന് വിടുവിച്ച് അവരെ ജീവപര്യന്തം അടിമകളാക്കിയിരിക്കുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കുക, മരണത്തെ മാറ്റുക. യേശു ഉലകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക. യേശു ഉലകത്തിലേക്ക് വന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ, ദൈവത്തെ വെളിപ്പെടുത്തുക എന്നിത്യാദി ലക്ഷ്യങ്ങളോടുകൂടെ യേശു ഉലകത്തിലേക്ക് വന്നു. അവൻ 33.5 വർഷം ഈ ഉലകത്തിൽ ജീവിച്ചു. അതിൻ്റെ ഒടുക്കത്തിൽ സകല മനുഷ്യൻ്റെയും പാപത്തെ ഏറ്റെടുത്ത് അവൻ കാൽവറിയിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അവനിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവർക്ക് സൗജന്യമായ നീതീകരണവും സൗജന്യമായി പാപക്ഷമയും ലഭിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതുന്നു. അവനിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. അവനെ അങ്ങനെ കണ്ട്, അവനെ അങ്ങനെ വിശ്വസിച്ച്, അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ പേരാണ് സഭ. കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ സഭയോട്, യേശുവിൻ്റെ ചങ്കിലെ ചുടുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോട് ദൈവാത്മാവിലൂടെ നൽകുന്നൊരു സന്ദേശം, നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതിനകത്ത് നിന്ന് ഒരു ശബ്ദമാണ് കർത്താവ് എന്നോട് പങ്കുവെക്കാൻ നൽകുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടമേത്? കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറയാം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലാക്ക്, നമ്മൾ ഈ ആയുസ് കൊണ്ട് പൂർത്തീകരിക്കേണ്ട നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമേത്? കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറയാം. നമ്മുടെ മുമ്പിൽ ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് ഒന്നല്ല, 2-3 ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം ഇതാണ്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം, കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയുക. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അടിക്കടി വരുന്ന പരാജയമല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് അവന് ലക്ഷ്യമറിയാത്തതാണ്. നിത്യതയിൽ നിങ്ങൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ നാം എത്തുമ്പോൾ, നമ്മളെക്കാൾ തോൽക്കപ്പെട്ട പലരും, നമ്മളെക്കാൾ പരാജയപ്പെട്ട പലരും നമ്മളെക്കാൾ തേജസ്സോടെ ചിലപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം. അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കണം, സഹോദരാ, നീ ഒത്തിരി തകർന്നതാണല്ലോ, പിന്നെ എങ്ങനെ
നീ ഇവിടെ ഇത്ര തേജസ്സോടെ നിൽക്കുന്നു? അതിന് അദ്ദേഹത്തിന് ഒരു മറുപടിയുണ്ട്. ബ്രദർ, ഞാൻ ഒത്തിരി തകർന്നതാ, പക്ഷെ ഞാൻ അവിടെ തുണർന്നില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൽ ലക്ഷ്യമുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാം. ദൈവമക്കൾ എന്ന് പറയുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ലക്ഷ്യമില്ലെങ്കിൽ ഈ തിരുവചനത്തിലൂടെ ആ ലക്ഷ്യം നമ്മുടെ അകത്തേക്ക് കർത്താവ് ഒന്ന് ഇൻജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എങ്ങോട്ടോ പോകുന്നൊരു ജനമല്ല നമ്മൾ, കുത്തഴിഞ്ഞൊരു പുസ്തകമല്ല നമ്മൾ, കയറൂരി വിട്ട ഒരു കൂട്ടമല്ല നമ്മൾ. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. നമുക്കിന്ന് രാത്രിയിൽ അതൊന്ന് കാണണം. അതിനകത്ത് എവിടെയെങ്കിലും ഇടറിയിട്ടുണ്ടെങ്കിൽ കരയണം, നിലവിളിക്കണം, മടങ്ങി വരണം, ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓടണം. കരങ്ങളെ ഒന്ന് അടിച്ച് കർത്താവിനൊരു സ്തോത്രം കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളേത്? ചില ലക്ഷ്യങ്ങൾ കർത്താവിനെ ഓർപ്പിച്ചു. ഒന്നാമത്തെ ഒരു ലക്ഷ്യം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. കൈകളെല്ലാം ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്നൊരു ദൈവ മനുഷ്യൻ. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി പ്രതിസന്ധികളും അടിക്കടി ജീവിതത്തിൽ നേരിട്ട ദൈവ മനുഷ്യൻ. തൊട്ടു മുമ്പിൽ മരണത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുമ്പോൾ അതിലേക്ക് പോകാൻ വിസമ്മതിപ്പിക്കുന്ന, സമ്മതം തരാത്ത സ്നേഹിത വൃന്ദങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ വാക്കിന്റെ മുമ്പിൽ തന്റെ ലക്ഷ്യത്തിൽ നിന്നും മാറാതെ ദൈവമനുഷ്യൻ പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്താണ്? എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാം. ഒരിക്കൽ കൂടി ആ വാക്യം ശ്രദ്ധയോടെ കേൾച്ചാട്ടെ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ദൈവം വെച്ചിരിക്കുന്നു. നമ്പർ 1, നമുക്ക് ദൈവം ഒരു ശുശ്രൂഷ വെച്ചിരിക്കുന്നു. കരങ്ങൾ കണ്ടില്ല, കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പോരല്ലോ, ഒന്നും കൂടെ കർത്താവിന് നന്ദി പറയാം. രക്ഷിക്കപ്പെട്ട യേശുവിനെ കർത്താവായി സ്വീകരിച്ച, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളോടും തിരുവചനത്തിലൂടെ പറയുന്നു, ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. കൈകളെ ഉയർത്തി ആമേൻ പറയാം. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരും, ചിലരെ പ്രവാചകന്മാരും, ചിലരെ ഇടയന്മാരും, ചിലരെ സുവിശേഷകന്മാരും, ചിലരെ ഉപദേശകന്മാരും, ചിലരെ വെറുതെയും നിയമിച്ചിരിക്കുന്നു എന്നൊരു തസ്തികയില്ല. 6ാമത്തെ ഒരു ഓഫീസില്ല, 6ാമത്തെ ഒരു തസ്തികയില്ല. അത് നാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അതിന്റെ അർത്ഥം, കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടോ? ഈ ഉലകത്തിൽ വെച്ച് നിനക്ക് പൂർത്തീകരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വീട് വെക്കുന്നുണ്ടാകാം, ജോലി ചെയ്യുന്നുണ്ടാകാം, ആമേൻ, മക്കളെ വളർത്തുന്നുണ്ടാകാം, നാളേക്ക് വേണ്ടി പണങ്ങൾ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി നിന്നോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടപ്പോൾ നിന്റെ മേൽ ദൈവം തന്ന ആ ശുശ്രൂഷ, അതിന്റെ നില ഇന്ന് എവിടെ നിൽക്കുന്നു? അതിന്റെ നില നീ എവിടെ നിൽക്കുന്നു? നിന്നെ ഒരു പൗലോസായിട്ടല്ലായിരിക്കാം വിളിച്ചിരിക്കുന്നത്, എന്നാൽ പൗലോസിനെ കൈവിടുച്ചുയർത്തുന്ന ഒരു ബർന്നബാസ് ആയിരിക്കാം നീ. ആ പൗലോസിനെ ചെന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്ന ഒരു അനന്യാസ് ആയിരിക്കാം നീ. തകർന്നു പോകുന്ന ഒരു മർക്കോസിനെ താങ്ങി നിർത്തുന്ന ഒരു ബർന്നബാസ് ആയിരിക്കാം നീ. ഇന്ന് രാത്രിയിൽ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതെങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു?
ഈ ദൂതിന് എത്രത്തോളം അർത്ഥമുണ്ടെന്നോ, എത്രത്തോളം ആഴമുണ്ടെന്നോ, എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു നിർബന്ധം ഈ രാത്രിയിൽ ഈ വചനത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് പ്രസംഗത്തിന്റെ വലിയ ശൈലിയൊന്നും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ദർശനം ചുമന്നുകൊണ്ടാണ്. അത് നിങ്ങളുടെ അകത്തേക്ക് വന്ന് വീഴണം. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ വെച്ചിരിക്കുന്ന ആ ദൈവ നിയോഗത്തിലേക്ക് ഒരു തളിർപ്പ് ഇന്ന് രാത്രി കർത്താവ് പ്രതീക്ഷിക്കുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഒന്നാമത് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറയുക. അത് പാസ്റ്റേഴ്സിന്റെ മാത്രം ദൗത്യമല്ല. സഭയിലുള്ള ഓരോ കുഞ്ഞുകുട്ടികളും ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗ്രൂപ്പ് ഇത്രയും ആയിരിക്കത്തില്ല, ഈ ഗ്രൗണ്ട് ഇത്രയും ആയിരിക്കത്തില്ല, ഇതിനകത്ത് ഇത്രയും ജനമായിരിക്കത്തില്ല. ആമേൻ. നമുക്ക് ഇന്ത്യയെ കൊള്ളയടിക്കാമായിരുന്നു, രാജ്യത്തെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കാമായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂത് ലഭിച്ച എല്ലാവരും ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ശുശ്രൂഷയെ ഒന്ന് ഏറ്റെടുക്കുക. കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറയുക. ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ചാരം മൂടിക്കിടക്കുന്ന ചില അഗ്നി കഷണങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റിനാൽ ആ ചാരത്തെ ഒന്ന് മാറ്റിയിട്ട് ജ്വലിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രിയിലും ഈ ഗ്രൗണ്ടിൽ കർത്താവ് അയക്കുമെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു. വിശ്വസിക്കുക. ഇതൊരു ജ്വലനത്തിന്റെ രാത്രിയായിരിക്കും. ഇതൊരു ജ്വലനത്തിന്റെ രാത്രിയായിരിക്കും. കൈകളെ ഒന്ന് അടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞ് അത് ഏറ്റെടുക്കാം. നിനക്കൊരു ദൗത്യമുണ്ട്. നിന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. അതെന്ത്? ഒരു വേല, കർത്താവിന്റെ വേല. നീ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ഒരു എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, ഒരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ, സ്തോത്രം സ്തോത്രം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മേൽ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, ഒരു ഓട്ടോ ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, അത് നിന്റെ ജോലി. പക്ഷെ ഇത് നിന്റെ ദൗത്യം. നിന്നെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത് എനിക്കവിടെ വരാൻ പറ്റത്തില്ല, അവിടെ യേശുവിനെ കൊടുക്കാനാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? സഹോദര, നീ ആയിരിക്കുന്നിടത്ത് നീയാണ് സുവിശേഷകൻ. സഹോദരി, നീ ആയിരിക്കുന്നിടത്ത് നീയാണ് സുവിശേഷകൻ. അവിടെ ദൈവം നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നു. ദൈവം അവരോട് യേശുവിനെ പങ്കുവെക്കുവാൻ കണ്ടത് എന്നെയല്ല, ഈ പ്രിയ അഭിഷക്തരെയല്ല, നിന്നെയാണ്. Are you ready? ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആദരത്തിന്മേൽ ദൈവവചനത്തെയും നിന്റെ ആദരത്തിന്മേൽ ദൈവകൃപയെയും നിന്റെ തലമേൽ ദൈവ അഭിഷേകത്തെയും ഇന്ന് രാത്രി പകരുവാൻ പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ഉണ്ട്. കരമൊന്ന് ചേർത്ത് ഉയർത്തി ദൈവത്തിന് നന്ദി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ശുശ്രൂഷ ദൈവം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അതൊരു വിശ്വാസിയുടെ മേലോ, ഒരു സുവിശേഷകന്റെ മേലോ, ഒരു പാസ്റ്ററുടെ മേലോ എടുത്തിട്ടിട്ട് നിനക്ക് രക്ഷപ്പെടാം എന്ന് നീ ചിന്തിക്കരുത്. നീ തല്ലിക്കുട്ടി ഉണ്ടാക്കുന്ന നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളും നിന്റെ ഹോളോ ബ്രിഡ്ജിന്റെ ബിൽഡിംഗ് ഒന്നും നിനക്കവിടെ നിരത്താൻ പറ്റത്തില്ല. നീ ഇവിടെ നിന്ന് നേടിയ നിന്റെ ആത്മാക്കളെ മാത്രം നിന്റെ ഈ ഭൂമിയിലെ നിക്ഷേപമായിട്ടുള്ളൂ. എത്ര പേർക്ക് കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. ഒരു വലിയ ഹാർവസ്റ്റിന് സമയമായിരിക്കുന്നു, വലിയൊരു കൊയ്ത്തിന് സമയമായിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂത് സഭ ഒരുമിച്ച് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ എന്താണ് ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രവചനമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തരുതേ. ഒരത്ഭുത ശുശ്രൂഷ, അത്ഭുതങ്ങളുടെ വരമായി, രോഗശാന്തിയായി നിങ്ങളതിനെ പരിമിതപ്പെടുത്തരുത്. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അനേകരെ യേശുവിലേക്ക് തിരിക്കുക.
നിന്നെ കാണുന്നവരെല്ലാം യേശുവിനെ കാണണം. ചങ്ക് കീറി മരിച്ച യേശുവിനെ, മാനവജനത്തിന്റെ പാപത്തിന് കൽവറിയിൽ തൂങ്ങി മരിച്ച യേശുവിനെ, കല്ലറയിൽ അടക്കിയിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, വഴിയായ യേശുവിനെ, സത്യമായ യേശുവിനെ, ജീവനായ യേശുവിനെ, പ്രത്യാശയായ യേശുവിനെ, ആ യേശുവിലേക്ക് ജനത്തെ തിരിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം നിന്റെ മേലുണ്ട്. ആ ദൗത്യത്തിന്റെ പേരാണ് ശുശ്രൂഷ. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാൻ പറ്റുന്നവർ. കണ്ണുനീർ നിറഞ്ഞവനെ തിരിച്ചുവിടണം യേശുവിലേക്ക്. ഉള്ളം തകർന്നവനെ തിരിച്ചുവിടണം യേശുവിലേക്ക്. ആ ദൈവത്തിങ്കിലേക്ക് ജനത്തെ തിരിക്കുക എന്നതാണ് നിന്നെക്കുറിച്ചുള്ള ശുശ്രൂഷ. ഈ ശുശ്രൂഷ നിവർത്തിക്കാൻ ദൈവം നിനക്ക് തരുന്ന ടൂൾസ് ആണ് കൃപാവരം. കേട്ടില്ല, ആമേൻ പറഞ്ഞില്ല. ഈ നിയോഗം പൂർത്തീകരിപ്പാൻ, ഈ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ ദൈവം നിന്റെ കയ്യിൽ തരുന്ന ആയുധങ്ങളാണ് കൃപാവരങ്ങൾ. നിന്റെ കയ്യിൽ ആയുധമുണ്ടോ, പണി വേഗം തീരും. കേട്ടില്ല. നിന്റെ മേൽ ആ മൂർച്ചയുള്ള ഒരു കോടാലി നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ വെട്ടുന്ന മരം വേഗം മുറിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരോടും പറയുന്നു, കൃപാവരത്തിന് വേണ്ടി വാഞ്ചിക്കുക, വിശേഷാൽ പ്രവചനവരത്തിന് വേണ്ടി വാഞ്ചിക്കുക. കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറയുക. കൈകളെ ഉയർത്തി യേശുവിന് ഒരിക്കൽ കൂടി ആരാധന കൊടുക്കുക. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും കൃപാവരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുക. എല്ലാവരും നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പൂർത്തീകരിപ്പാൻ, വേഗം പൂർത്തീകരിക്കാൻ കഴിയും നിന്നിൽ കൃപാവരമുണ്ടെങ്കിൽ. അപ്പോൾ എന്തിനീ കൃപാവരങ്ങൾ? നിന്റെ ശുശ്രൂഷ തികയ്ക്കാൻ. അടുത്തത്, ഈ ശുശ്രൂഷ എന്തിന്? ജനത്തെ ദൈവത്തിലേക്ക് തിരിക്കാം. ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്താണ്? അമേരിക്കയ്ക്കുള്ള വാതിലോ, ഗൾഫിലേക്കുള്ള വിസയോ? അതാണോ ഇതിന്റെ റിസൾട്ട്? പണമോ, സമ്പത്തോ, പേരോ, പ്രസിദ്ധിയോ? ഇതാണോ ഇതിന്റെ പിൻപിലുള്ള പ്രോഫിറ്റ്? ഇതിനൊന്നുമല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി, ഒരൊറ്റ വാക്ക് കേൾക്കാൻ. ഒരിക്കൽ കോടാനുകൂടി ദൂതന്മാരുടെ നടുവിൽ യേശുവിന് നിന്റെ കണ്ണിൽ നോക്കി വിളി വിളിക്കണം. നല്ലവനും വിശ്വസ്തനുമായ. പോരല്ലോ. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക്? ഞാൻ ശുശ്രൂഷിക്കുന്നത് ഒറ്റ വാക്ക് കേൾക്കുവാനാണ്. എനിക്കിത് കേൾക്കണം. നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ, ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ ഈ ഉലകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 21 വർഷമായി ഞാൻ എൻ്റെ യേശുവെ പ്രസംഗിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചു. ഈ നിലയിൽ എന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷൻ സ്റ്റേജ് എന്ന നിലയല്ല. എൻ്റെ മനസ്സിനെ ആ വാക്ക് കേൾക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ മാറ്റി. ഒത്തിരി സ്വപ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നെയ്തു കൂട്ടിയിരുന്നു. വലിയ അഭിഷക്തന്മാരുടെ കൂടെ പ്രസംഗിക്കണം, വലിയ ദൈവദാസന്മാരുടെ സ്റ്റേജിലിരിക്കണം, വലിയ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യണം. എന്നാൽ ദൈവം എൻ്റെ കണ്ണു തുറന്നപ്പോൾ അതെല്ലാം ഒരു ചവറായി എനിക്ക് മാറി. ഇന്ന് എൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, എനിക്ക് ഈ ശബ്ദം കേൾക്കണം. പോരല്ലോ. എനിക്ക് ഈ ശബ്ദം കേൾക്കണം. നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ. എത്ര പേര് ഇത് കേൾക്കാൻ ഇന്ന് രാത്രിയിൽ കൊതിക്കുന്നു? ആ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. In the name of Jesus. പ്രാർത്ഥിച്ചാട്ടെ. ആ കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. സ്വപ്നങ്ങൾ ഒത്തിരി നെയ്ത് കൂട്ടിയവരായിരിക്കാം. രാജ്യങ്ങളുടെ സ്വപ്നങ്ങൾ, അധികാരികളുടെ സ്വപ്നങ്ങൾ, മന്ത്രിമാരുടെ നടുവിൽ പ്രസംഗിക്കുന്ന സ്വപ്നങ്ങൾ ഒക്കെ നീ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി അതെല്ലാം മാറിയിട്ട് കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ ഇന്നലകളിലും ഇന്നുകളിലും നാളുകളിലും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ നടുവിൽ കർത്താവ് നിന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് നീ നല്ലവനായിരുന്നു, നീ
വിശ്വസ്തനായിരുന്നു എന്നൊരു വാക്ക് കേൾക്കാൻ കൊതിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കൈകളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ ഒരു മഹത്വം ഇവിടെ വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കാം. എന്നോട് ഈ തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു ദൂതുകളെ പറയുന്നു. ചിലരുടെ മേൽ ശക്തമായ ശുശ്രൂഷയുടെ ഒരു പകർച്ചകളും ഇന്ന് രാത്രി കർത്താവ് പകരാൻ പോകുകയാണ്. അതിനകത്ത് പ്രായവ്യത്യാസമില്ല. ചെറുപ്പക്കാരെന്നോ വൃദ്ധന്മാരെന്നോ എന്ന വ്യത്യാസമില്ല. കർത്താവ് ഇന്ന് രാത്രി ചിലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. പുതിയൊരു എഴുന്നേൽപ്പിനെ കാണിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ വാക്ക് കർത്താവ് തന്നെ, ഒരു എഴുന്നേൽപ്പ്. തീർന്നെന്ന് വിധി എഴുതിയ ചിലരെ കർത്താവ് വീണ്ടും തീ കഷ്ണങ്ങളാക്കാൻ പോകുന്നു. അവസാനിച്ചെന്ന് വിധി എഴുതിയ ചിലരെ ദൈവം വീണ്ടും ആളിക്കത്തിക്കാൻ പോകുന്നു. അടച്ചു വെച്ച ചില പുസ്തകങ്ങളകത്ത് ഇനിയും എഴുതുവാൻ ചില പേപ്പറുകൾ ശേഷിക്കുന്നു. ധൈര്യപ്പെടുക. പ്രായം ചെന്ന ചില ദൈവദാസന്മാരോട്, പ്രായം ചെന്ന ദൈവമക്കളോട് കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുന്നു. ജോശുവ വയസ്സ് ചെന്നപ്പോൾ യഹോവ അവനോട് പറഞ്ഞു, ജോശുവയേ, നീ പ്രായം ചെന്നു, വൃദ്ധനായിരിക്കുന്നു. അതുകൊണ്ട് കസേരയിൽ ഇരിക്ക എന്നല്ല, നിനക്കിനി അധികം ദേശങ്ങൾ പിടിക്കുവാനുണ്ട്. പ്രായം ചെന്നവരോട് കർത്താവ് പറയുന്നു, ഇനിയും ഒരു ഉണർവിന്റെ കാറ്റ് നിന്നെ മേൽ അടിക്കാൻ പോകുന്നു. അത് നിന്റെ ബലത്താലല്ല, അത് നിന്റെ ശക്തിയാലല്ല, അത് നിന്റെ കഴിവിനാലല്ല. കർത്താവിന് നിന്നെ ഉപയോഗിക്കണം. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തീർന്നെന്ന് വിധി എഴുതിയ ചിലരെ കർത്താവ് ഇന്ന് രാത്രി ലിഫ്റ്റ് ചെയ്യുന്നു. ദൈവം ഉയർത്തുന്നു. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്, കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. കരമടിച്ച് കർത്താവിനെ ഒന്ന് 2 മിനിറ്റ് സ്തുതിച്ചോ. ഒരു ദൈവശക്തിയുടെ വ്യാപരിക്കുന്നു. കർത്താവേ, പുതുബലം ഇതിനകത്തേക്ക് വ്യാപരിക്കട്ടെ. കാലേവിനെ 85 വയസ്സിൽ ഒരു ദേശത്തെ മുഴുവനും കീഴടക്കുവാൻ ശക്തി പകർന്ന പരിശുദ്ധാത്മാവേ, ജോശുവയുടെയും സൈന്യത്തിന്റെയും പിൻബലമില്ലാതെ 85 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ശത്രുവിനെ തകർത്തുവാൻ ബലം കൊടുത്ത യഹോവേ, ഇന്ന് രാത്രി ആ ശക്തി ഈ ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. പുതുബലം. ചില പുതിയ ചിറകുകൾ കർത്താവ് ഇന്ന് രാത്രി ചിലരുടെ മേൽ കിളിർപ്പിക്കുകയാണ്. ചില പുതിയ ദൗത്യങ്ങൾ കർത്താവ് പകരുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഇതിനകത്ത് പ്രായം ഒത്തിരി ചെന്നിട്ടും വാഗ്ദത്തം ശേഷിക്കുന്ന കുറെ ദൈവജനത്തെ കർത്താവ് കാണുന്നു. കർത്താവ് വാക്ക് പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിന് പ്രായം ഒരു വിഷയമല്ല. കണ്ണുകൾ മങ്ങിയിട്ടും കൺപിരിയം വരെ നരച്ചിട്ടും കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞിട്ടും വാഗ്ദത്തമുള്ള ഒരു ശിമയോൻ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാക്കൾ നടന്നു വരുമ്പോൾ അതിനകത്തിരിക്കുന്ന ഒരുവളുടെ കുഞ്ഞിനെ കാണാൻ ശിമയോന്റെ കണ്ണുകൾക്കൊരു പ്രകാശം. എനിക്കറിയില്ല, ഈ ദൂതന് വലിയൊരു പ്രത്യേകതയുണ്ട്. നീ പലതും കാണത്തില്ല, പലതും നിനക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നീ വാഗ്ദത്തം കാണും. ശിമയോൻ ഓടിച്ചെന്ന് ആ വാഗ്ദത്തം കരങ്ങളിലെടുത്തെടുത്ത് പറഞ്ഞു, ഇപ്പോഴോ നാഥാ
സമാധാനത്തോടെ എന്നെ പറഞ്ഞു വിട്ടേരെ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷയെ എന്റെ കണ്ടു. ശിമയോനെ, നീ കാണും. ചില വാഗ്ദത്തങ്ങളെ നീ എടുക്കും, നീ എടുത്ത് സ്തുതിക്കും, നീ എടുത്ത് പ്രവചിക്കും. കർത്താവ് ബലപ്പെടുത്തുന്നു ചിലരെ. കരങ്ങളിൽ നിന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന കർത്താവ്, ശുശ്രൂഷയെ പൂർത്തീകരിക്കുന്ന കർത്താവ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഓർമ്മ വരുന്നു. എൻ്റെ ഒരു ആത്മീയ സഹോദരൻ്റെ പിതാവ് നീണ്ട വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷകനായി നീണ്ട നാളുകൾ കർത്താവിൻ്റെ വേല ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു സമയം ഒരു കാർ അപകടത്തിൽ, ഒരു വാഹനാപകടത്തിൽ തൻ്റെ ശരീരം മുഴുവൻ തളർന്നുപോയി. സംസാരിക്കും, കണ്ണുകൾ ചലിപ്പിക്കും, കഴുത്ത് തൊട്ട് താഴേക്ക് പൂർണ്ണമായി തളർന്നു കിടക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ തളർന്നു കിടന്നപ്പോൾ 16 വർഷങ്ങൾ കിടന്നു. അതിനിടയിൽ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, മാറാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കർത്താവ് പറഞ്ഞു, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. 16 വർഷമായി വീട് വിട്ടെങ്ങും ഇറങ്ങിയിട്ടില്ല. മക്കളുടെ കല്യാണത്തിന് പോലും പോയി സംബന്ധിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് എന്ന് എന്തോ തോന്നി. എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ആ ദൈവമനുഷ്യനെ കണ്ടു. എന്നെ കണ്ടപ്പോൾ 16 വർഷമായി ആരോടും പറയാത്തൊരാഗ്രഹം എന്നോട് പറഞ്ഞു, മോനെ, എന്നെ നിന്റെ ചർച്ചിൽ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ കൊണ്ടുപോകാം. ഞാൻ മക്കളോട് പറഞ്ഞു, മോനെ, അച്ചാച്ചൻ ഇങ്ങനെ പപ്പായ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് പപ്പായെ കൊണ്ടുവരണം. അപ്പം മക്കൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അത് ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞു, കൊണ്ടുവരണം. അവസാനം മക്കളും അമ്മയും എല്ലാം ചേർന്ന് ചുമന്ന് കാറിൽ കിടത്തി 3.5 മണിക്കൂർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരാഴ്ച എൻ്റെ വീട്ടിൽ ആ അപ്പച്ചൻ കിടന്നു. എന്നാൽ ആ ഒരാഴ്ച എൻ്റെ വീട്ടിൽ അന്ന് വരെയും വരാത്ത നിലയിൽ വലിയൊരു കൂട്ടം ജനം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് വരുമ്പോഴേ ആ വ്യക്തി വീടിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഈ അപ്പച്ചൻ പ്രവചിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഭയിൽ പല പിന്മാറ്റക്കാരെ കർത്താവിലേക്ക് തിരിച്ചു. പലർ അന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പലർ അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിലേക്ക് പോയി. ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ച് പ്രവചിച്ചു. സഭാ പണിക്ക് അടിസ്ഥാനം ഇടുവാൻ തുടങ്ങി. ലാസ്റ്റ് സെക്ഷൻ പ്രസംഗിച്ചു തീർന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണിതനായി. വളരെ അവശനായ അദ്ദേഹത്തെ തിരിച്ച് വീട്ടിലെത്തിച്ചു. പിറ്റേ ആഴ്ചയിൽ അദ്ദേഹം മരിച്ചു. ദൈവം പറഞ്ഞില്ലേ നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന്? തളർന്നു കിടന്നാലും ദൈവം ഉപയോഗിക്കും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഒന്ന് ആമേൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ അതൊരു ഉണർവായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഉണർവായിരുന്നു. ദൈവ മനുഷ്യനെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയൊരു ദിവസമായിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞോട്ടെ, സമയം തീരുന്നു, പെട്ടെന്ന് പറയാം. ഈ മരണക്കിടക്കയിൽ ആശുപത്രിയും തള്ളിക്കളഞ്ഞു പറഞ്ഞു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. ഇദ്ദേഹം മരിച്ച് ഇദ്ദേഹത്തിന്റെ ശവവുമായി മക്കൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഓൾറെഡി അദ്ദേഹം മരിച്ചു.
വീട്ടിൽ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കി കൊണ്ടിരിക്കുമ്പോൾ ആ വഴിയാത്രയിൽ അദ്ദേഹത്തിന് ജീവൻ വന്നു. ജീവൻ വന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഇതാണ്. ഇദ്ദേഹം മരിച്ചു. 2 ദൂതന്മാർ തൻ്റെ ആത്മാവിനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, അവനെ എവിടെ കൊണ്ടുപോവുക? ഉടനെ പറഞ്ഞു, അവൻ മരിച്ചു, നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഉടനെ അകത്തുനിന്നൊരു ശബ്ദം, അവനെ പെട്ടെന്ന് താഴേക്ക് വിട്ടേരെ, അവൻ വിശുദ്ധിയിൽ പൂർണ്ണനായില്ല. നിങ്ങൾ കേട്ടില്ല? അവനെ താഴേക്ക് വിട്ടേരെ, അവൻ വിശുദ്ധിയിൽ പൂർണ്ണനായില്ല. പിന്നെ അത് പൂർണ്ണത പ്രാപിക്കാൻ 16 വർഷങ്ങൾ വേണ്ടി വന്നു. ഇതൊരു സന്ദേശമല്ലേ? നിങ്ങൾ കേട്ടില്ല ആരും? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതൊരു സന്ദേശമല്ലേ? ഒരു കയ്യടിയിൽ ആത്മീയ ജീവിതം തീർക്കരുത്. ഒരു പാട്ടിന്റെ അറ്റത്തിലുള്ള അന്യഭാഷയിലും നിന്റെ ആത്മീയത തീർക്കരുത്. ഇതിനപ്പുറമാണ് ആത്മീയ ജീവിതം. നിന്റെ ആത്മാവിനും ദേഹിയിലും ദേഹത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധീകരണമുണ്ട്. അത് ഈ ആയുസ്സിൽ നീ പ്രാപിച്ചിരിക്കണം. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നിങ്ങൾക്കിത് എടുക്കാം, തള്ളിക്കളയാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാനിവിടെ പറഞ്ഞ ദൂതിതാണ്, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കണം. നിങ്ങൾ ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, വലിയ ബിസിനസ്മാനാകാം, പക്ഷേ നീ ഒരു സുവിശേഷകനായി ദൈവം കാണുന്നു. കേട്ടില്ല കേട്ടില്ല കേട്ടില്ല? നീ ഒരു ടീച്ചറായിരിക്കാം, നീ ഒരു ഓട്ടോ ഡ്രൈവറായിരിക്കാം, നീ അടുക്കളയിൽ പണി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായിരിക്കാം, പക്ഷെ കർത്താവ് നിന്നെ ഒരു സുവിശേഷകനായും ഒരു സുവിശേഷകയായും കാണുന്നു. ഈ ഉലകത്തിൽ വെച്ച് നിനക്കൊരു ദൗത്യമുണ്ട്. എത്ര പേർ കൈകളെ ഉയർത്തി? ഒന്ന്, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം നമുക്കൊരു ശുശ്രൂഷ. 2, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, മതി. രണ്ടാമത്തെ ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിലുള്ളത്, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് പുനരുദ്ധാനം പ്രാപിക്കണം. വിശുദ്ധന്മാരുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഒന്ന് സ്തോത്രം ചെയ്യാം. യേശുവിന് ഒരിക്കൽ കൂടി ആരാധന കൊടുത്താട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നു. ഒറ്റ വാക്കിൽ അത് നിർത്താം. ഒരു വിശുദ്ധന്റെ ആഗ്രഹം, ഒരു വിശുദ്ധന്റെ ലക്ഷ്യം, ഒരു വിശുദ്ധന്റെ പ്രവൃത്തി, ഒരു വിശുദ്ധന്റെ കരച്ചിൽ, ഒരു വിശുദ്ധന്റെ പ്രഖ്യാപനം, ഒരു വിശുദ്ധന്റെ പ്രത്യാശ. ഇത്രയാണ് 3-ാം അധ്യായം. എന്താണ് ഒരു വിശുദ്ധന്റെ ആഗ്രഹം? അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അനുഭവിക്കണം, അവനോട് ഏകീഭവിക്കണം. സ്തോത്രം പറഞ്ഞില്ല? അവനെ അറിയണം, അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അനുഭവിക്കണം, അവനോട് അനുരൂപമാകണം. എന്ന് പറഞ്ഞാൽ യേശുവിനെ എനിക്കറിയണം. ചേർന്നാമൻ പറഞ്ഞില്ല? ഒരു വിശുദ്ധൻ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് യേശുവിനെ അറിയണം.
സ്തോത്രം പറഞ്ഞില്ല. യേശുവിനെ അറിയണം, യേശുവിനെ അറിയണം. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. അവന് ലോകത്തിന്റെ ഒരു കാര്യം അറിയണ്ട. ഇനി ചന്ദ്രനിൽ വരുന്ന വ്യത്യാസം അവൻ അറിയണ്ട. അവൻ അറിയേണ്ട ഒറ്റ വിഷയം, എൻ്റെ യേശു. അവൻ എങ്ങനെയുള്ളവരെന്ന് എനിക്കറിയണം. അവൻ്റെ സ്നേഹം അറിയണം, അവൻ്റെ ജ്ഞാനം അറിയണം, അവൻ്റെ കണ്ണറിയണം, അവൻ്റെ ഹൃദയം അറിയണം, അവൻ്റെ അധരം അറിയണം. അവനെ അറിഞ്ഞാൽ പോരാ, അവനിൽ ഇരിക്കണം. അവനിൽ ഇരുന്നാൽ പോരാ, അവനെ നേടണം. അവനെ നേടിയാൽ പോരാ, അവനെ അനുഭവിക്കണം. അവനെ അനുഭവിച്ചാൽ പോരാ, അവനോട് അനുരൂപമാകണം. ഇങ്ങനെ ആഗ്രഹമുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതൊക്കെ എവിടെയൊക്കെ ചെന്ന് കയറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വളരെ ലളിതമായ ദൈവവചനം പറയുന്നു. ജീസസ്, വിശുദ്ധന്റെ ആഗ്രഹം യേശു, വിശുദ്ധന്റെ ലക്ഷ്യം പുനരുത്ഥാനം. ഈ പുനരുത്ഥാനമുള്ളത് കൊണ്ട് വിശുദ്ധനൊരു പ്രവൃത്തിയുണ്ട്. ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു. ലക്ഷ്യമുള്ളവൻ മറക്കണം. സ്തോത്രം പറഞ്ഞില്ല. ലക്ഷ്യമുള്ളവൻ മറക്കണം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടവന്നേനം. ഇന്ന് രാത്രിയിലും എൻ്റെ ബ്രദറെ, എൻ്റെ പള്ളി എന്താണെന്ന് അറിയാമോ? എൻ്റെ കുടുംബം ആരാണെന്ന് അറിയാമോ? എൻ്റെ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ എന്ന് പറയുന്ന വ്യക്തിയെ സൂക്ഷിച്ചോണം. പുള്ളി ഉറപ്പായിട്ട് പിന്മാറും. കേട്ടില്ല? ഇന്നലെ വിട്ടതിനെ അയവിറക്കുന്നവൻ അവൻ പിന്മാറ്റത്തിന്റെ തൊഴുത്തിൽ കെട്ടുന്ന ഒരു കാളയാണ്. എന്നാൽ വിട്ടുപോകുന്നതിനെ ഓർക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ, കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ പോരല്ലോ ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രവൃത്തിയുണ്ട്. ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു. ഞാൻ എവിടെ നിന്ന് വന്നെന്ന് മറക്കുന്നു. എനിക്ക് എന്തൊക്കെ കിട്ടുമെന്നും മറക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിൻപിലാണ്. ഞാൻ അതിനെ ഒരിക്കലും മുൻപിൽ വെക്കുന്നില്ല. കാരണം എൻ്റെ മുൻപിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. എന്തുകൊണ്ട് ഇന്നത്തെ ജനം പണത്തെയും പദവിയെയും അധികാരത്തെയും പ്രസിദ്ധിയെയും ലക്ഷ്യമാക്കുന്നു? ഒറ്റ കാരണം, അവരുടെ യഥാർത്ഥ ലക്ഷ്യം അവരുടെ മുമ്പിലില്ല. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവീക ലക്ഷ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ലെങ്കിൽ ലോകത്തിന്റെ ചവറുകൾ നിന്റെ മുമ്പിലെ ലക്ഷ്യമാകും. കരമുയർത്തി ആമേൻ പറയാം. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി മാത്രമല്ല ഉള്ളത്, എനിക്കൊരു കരച്ചിലുമുണ്ട്. എന്താണ് കരച്ചിൽ? അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അനേകർ യേശുവിനെ കാണുന്നില്ല. അതെൻ്റെ ഒരു കരച്ചിലാണ്. ആ കരച്ചിലുള്ളപ്പോൾ തന്നെ എനിക്കൊരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം എന്താണ്? എൻ്റെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. അതെൻ്റെ പ്രഖ്യാപനമാണ്. ഞാനിവിടെ അന്യൻ, ഞാനിവിടെ പരദേശി. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എനിക്കൊരു പ്രഖ്യാപനം മാത്രമല്ല, എനിക്കൊരു പ്രത്യാശയും കൂടെയുണ്ട്. എന്താ പ്രത്യാശ? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവൻ്റെ വ്യാപാര ശക്തിയുണ്ട്. എൻ്റെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപം ആക്കും. ഞാൻ വചനം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കാം. കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രത്യാശ ഞാൻ തേജസ്കരിക്കപ്പെടുമെന്നാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വരാം. എന്താണ് വിശുദ്ധന്റെ രണ്ടാമത്തെ ലക്ഷ്യം? ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ് ലക്ഷ്യമാകുന്നത്? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കണം.
അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പ്. ഒന്നാമേ പറയാൻ പറ്റുമോ? ഉയർപ്പ്, ഉയർപ്പ്. ഞങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? നിങ്ങൾ കൊന്നവനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? നിങ്ങൾ അടിച്ച് തകർത്തവനെ ദൈവം ഉയർപ്പിച്ചു. ഓ, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്രതിവാദത്തിന് നിൽക്കുന്നറിയാമോ? മരിച്ചവരുടെ പുനരുത്ഥാന നിമിത്തമാണ്. ഓ ആമേൻ. നിങ്ങളോ അവനെ കൊന്നു, ദൈവം അവനെ ഉയർപ്പിച്ചു. അവനിലാണ് ഇന്ന് പാപക്ഷമയും രക്ഷയും ഉള്ളത്. യേശു ക്രിസ്തു ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം. ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകാത്തതിന്റെ കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഉയർപ്പിന്റെ ഒരു അഗ്നി, ഉയർപ്പിന്റെ ഒരു ദൂത് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. മാനുഷിക ശക്തികൾക്കപ്പുറം, മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ പുനരുത്ഥാന ശക്തി, ആ ശക്തിയെ ഉയർത്തിക്കാണ്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, സൈന്യത്താൽ അല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. തന്നെ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പൗലോസ് പറയുകയാണ്, ഞാനിപ്പോ കാരാഗ്രഹത്തിൽ കിടക്കുകയാ. എന്റെ ലക്ഷ്യം ഇവിടെ നിന്ന് എന്നെങ്കിലും പുറത്തു വരണമെന്നല്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഉയർക്കണം. ബ്രദറെ, ഞങ്ങൾ മരിക്കുന്നതിനെ പോലും ചിന്തിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ ഉയർക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. ഇനി മരിക്കാൻ ഇനി എത്ര നേരം വേണം? ഇവിടെ ഇരുന്ന് മരിക്കാം. സ്തോത്രം പറഞ്ഞില്ല. 25,000 രൂപ കൊടുത്ത് വാങ്ങിയ നിന്റെ മൊബൈൽ ഫോണിന് ഗ്യാരണ്ടി ഉണ്ട്, എന്നാൽ അത് വാങ്ങിയ നിനക്കൊരു ഗ്യാരണ്ടി ഇല്ല. 12 ലക്ഷം രൂപ വാങ്ങിയ കാറിന് ഗ്യാരണ്ടി ഉണ്ട്, പക്ഷെ അത് വാങ്ങിയ നിനക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ ഉലകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മരണം ഒരു വിഷയമല്ലാതിരിക്കണമെങ്കിൽ അടുത്ത ജീവിതത്തിൻ്റെ ഓർമ്മ നിന്റെ അകത്ത് തളിർക്കണം, നിന്റെ അകത്ത് പൂക്കണം, നിന്റെ അകത്ത് കായ്ക്കണം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു മഹത്വം ഇന്ന് രാത്രിയുടെ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ അകത്ത് യേശു അല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. യേശുവിനോട് കൂടെയുള്ള ജീവിതം, അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. സ്തോത്രം പറഞ്ഞില്ല. ഇതെങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ അടുത്ത വാക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ മുഴുവൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നു. കാരണം സ്വന്തമായ ഒരു കഴിവ് എനിക്കില്ല. എന്തുകൊണ്ട് പുനരുത്ഥാനത്തെ പ്രതീക്ഷയാക്കണം? എന്താണ് ഈ പുനരുത്ഥാനം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതെപ്പോൾ സംഭവിക്കും എന്നോർക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയമുള്ളൂ, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, യേശു വരുമ്പോൾ എനിക്ക് പോകണം. സ്തോത്രം പറഞ്ഞില്ല. എനിക്ക് വല്ലവിധേന ഉയർക്കണം എന്ന വാക്കിന്റെ അർത്ഥം ഇത്രയുള്ളൂ, യേശു വരുമ്പോൾ എനിക്കവനെ കാണണം. ജീവിച്ചാലും കാണണം, മരിച്ചാലും കാണണം. ജീവനോടിരിക്കുകയാണെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ എനിക്കൊരു മാറ്റമുണ്ടാകണം. അല്ല, മരിച്ച് ഞാൻ മണ്ണിന്റെ അടിയിലാണെങ്കിൽ
അതിൻ്റെ പുറത്ത് മണിസൗധങ്ങൾ പണിതാലും അതിനെ പൊട്ടിച്ചെനിക്ക് അവനെ കാണണം. എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് യേശുവിനെ കാണണം. ഇന്ന് രാത്രിയിൽ ഈ ഒരു ലക്ഷ്യം നിന്റെ അകത്തുണ്ടോ? ആരും മിണ്ടുന്നില്ല. എനിക്ക് യേശുവിനെ കാണണം. പോരാ, എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. ഇവിടെ സൗഖ്യമായാലും ഇല്ലെങ്കിലും, ഇവിടെ വിടുവിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും, ഇവിടെ കാറുണ്ടേലും ഇല്ലെങ്കിലും, ഇവിടെ വീടുണ്ടേലും ഇല്ലെങ്കിലും, ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലും ഇല്ലെങ്കിലും, ആരെങ്കിലും താങ്ങിയാലും ഇല്ലെങ്കിലും, ആരാലും സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. ഇന്ന് രാത്രിയിൽ ഈ ആഗ്രഹം നിന്നെ തിന്നട്ടെ. പോരല്ലോ, 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 പോരല്ലോ. കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കോ. ഈ ലക്ഷ്യം കെട്ടുപോയോ? ഈ വിളക്ക് നിന്റെ അകത്ത് അണഞ്ഞു പോയോ? ഈ വിളക്കിന്ന് കത്താൻ നിന്റെ അകത്ത് എണ്ണ കുറഞ്ഞോ? കുറഞ്ഞെങ്കിൽ ഒഴിക്കുക പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ എണ്ണയെ. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. അതാണ് എന്റെ ലക്ഷ്യം. കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കോ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം. ഈ ദൂതന് എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കർത്താവ് എന്നോട് പറയുന്നു, ഇത് കേൾക്കാൻ അവന്റെ ജനമുണ്ടെന്നും എന്നോട് പറയുന്നു. സ്തോത്രം. യേശുവിനെ കാണണം. ഇനി ഒരു വാക്കുകൂടെ എന്നോട് ചേർത്ത് പറയാം. യേശുവിനെ കാണണമെങ്കിൽ നീ ചിലതെല്ലാം മറക്കണം. നിന്റെ അകത്ത് യേശുവല്ലാതെ മറ്റാരും ഉണ്ടാകരുത്. കേട്ടില്ല? കേട്ടില്ല? 2018 കർത്താവിനോട് തന്ന ദൂതിതായിരുന്നു, നിന്റെ കയ്യിലുള്ളതെല്ലാം നീ കർത്താവിലേക്ക് കൊടുക്കണം. നീ കർത്താവിൽ നിന്ന് അതിനെല്ലാം പ്രാപിക്കണം. നിന്റെ അകത്ത് ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭൂമിന്ന് പറയാൻ പാടാം. ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് കിടന്ന് നെഞ്ചു തിരുമെന്ന് കണ്ടിട്ടില്ല മക്കളെ. കാരണം അകത്ത് മക്കളാ. ചിലരുടെ മരിക്കുന്ന സമയത്ത് കിടന്ന് വേദനിക്കുന്ന കണ്ടിട്ടില്ലേ മക്കളെ. പറമ്പിന്റെ കാര്യം എന്താ? അകത്ത് പറമ്പ. ചിലർ മരിക്കുന്ന സമയത്ത് കിടന്ന് വേദനിക്കുന്ന കാണുന്നില്ലേ? ബിസിനസ്. അകത്ത് ബിസിനസ്സാ. നിന്റെ അകത്ത് മക്കളോ പറമ്പോ മണ്ണോ പൊന്നോ ഒന്നും ഉണ്ടാകരുത്. നിന്റെ അകത്ത് യേശു മാത്രം. ഒറ്റ വാക്ക്, നിന്റെ അകത്തെ യേശുവിന്റെ സിംഹാസനം നീ വലുതാക്കണം. നിങ്ങൾ കേട്ടില്ല, 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 കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ വാക്കാവർത്തിക്കും. നിന്റെ അകത്തെ യേശുവിന്റെ സിംഹാസനത്തെ വലുതാക്കണം. നിന്റെ അകത്തും രാജാവും കർത്താവുമായി ഇരിക്കുന്ന ആ യേശുവിന്റെ സിംഹാസനം വലുതാകട്ടെ. ആ സിംഹാസനത്തെ ചുരുക്കി ചുരുക്കി പലയിടത്തും എൻക്രോച്ച് കയറിയിരിക്കുന്ന വ്യക്തികളെ പിഴുതിറക്കുക. അതിനകത്ത് മക്കൾ വേണ്ട, അതിനകത്ത് നിന്റെ ബിസിനസ് വേണ്ട, അതിനകത്ത് നിന്റെ മാവൻ പണം വേണ്ട. നിന്റെ അകം യേശുവിനാൽ. ഒന്ന് കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. യേശുവിനെ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തി. കണ്ണിലേശു, ഓർമ്മയിലേശു, ചിന്തയിലേശു, വായിലേശു, വാക്കിലേശു, കിടപ്പിലേശു, നടപ്പിലേശു, ഉറക്കത്തിലേശു. ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷം അതാണ്. കർത്താവായ യേശുവിനെ ഓർത്തുകൊള്ളുക. എന്നെ തന്നെ ഓർത്തോണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്ന സുവിശേഷം. നിങ്ങൾ കേട്ടില്ല, കേട്ടില്ല.
മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതല്ല, ജോലിയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതല്ല, എന്തിന് ശുശ്രൂഷയെ കുറിച്ച് പോലും ഓർത്തുകൊണ്ടിരിക്കുന്നതല്ല, യേശുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. കൈകൾ കണ്ടില്ലല്ലോ, ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. അവനിൽ ഇങ്ങനെ അഡിക്റ്റായി, അവനിൽ ഇങ്ങനെ കറക്കി നടക്കുന്നവരാകണം. യേശുവിൽ നിറയുന്നൊരു തലമുറ, യേശുവിൽ തുളുമ്പുന്നൊരു തലമുറ, യേശുവിൽ ജ്വലിക്കുന്നൊരു തലമുറ. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക്, യേശുവിനെ തട്ടിയുരുമി നടക്കുന്നൊരു തലമുറ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്? കൈകളെ ഉയർത്തി യേശുവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. എൻ്റെ ലക്ഷ്യം വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. അർത്ഥം, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്കവനെ കാണണം. എൻ്റെ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതായ വിശ്വാസവും വ്യർത്ഥമല്ല നിശ്ചയം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. യത്തിലെ മായാസുഖം എനിക്ക് വിട്ടാൽ മതി. ഒറ്റ ആഗ്രഹം, എനിക്കെൻ്റെ യേശുവിനെ കാണണം. എന്തേ ഇങ്ങനത്തെ ജനം? എന്തേ ഇങ്ങനത്തെ ജനം? ഇത് കേൾക്കുമ്പോൾ സ്തോത്രം പറയുന്ന ജനം എവിടെ? ഇത് കേൾക്കുമ്പോൾ ആത്മാവിൽ നിറയുന്ന ജനം എവിടെ? ഇത് കേൾക്കുമ്പോൾ ആത്മാവിൽ സന്തോഷിക്കുന്ന ജനം എവിടെ? നമ്മെ മയക്കിയ ഈ ലോകത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. യേശു എന്ന് കേൾക്കുമ്പോൾ തുടിക്കാത്ത ഹൃദയങ്ങൾ മരിച്ചതാണ്. കരമടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടെ നമുക്ക് സ്തുതിക്കാം. എന്റെ ലക്ഷ്യം, എനിക്ക് യേശുവിനെ കാണണം. നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം കർത്താവിന് ഒരു ആരാധന കൊടുക്കാം. മെസ്സേജ് തീർന്നല്ല, ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് കർത്താവിന് ആരാധന കൊടുക്കാം. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറയാം. ആ കൈകളെ ഉയർത്തി യേശുവിനോട് പറയാം, കർത്താവേ ഞങ്ങളുടെ ആഗ്രഹമാണ്. ഒരു നിമിഷം ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാൽ, ഒരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാൽ. ആ കൈകളൊന്ന് ഉയർത്തി, എന്റെ മണവാളനെ, എന്നെ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു താമസം ഏറെയോ? എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു താമസം ഏറെയോ? എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു താമസം ഏറെയോ? ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന ഓ യോർദാനി, ഓ യോർദാനിനക്ക് ഓ തീരുവേ രമണ സന്ദരേ, ഓ തീരുവേ രമണ സന്ദരേ, ഓ തീരുവേ രമണ സന്ദരേ. എനിക്കെന്റെ യേശുവിനെ കണ്ട, ഓ ഇഹത്തിലെ മായാസുഖം താൻ മതി. ഓ എനിക്കെന്റെ യേശുവിനെ, രമണ സന്ദരേ,
ഒന്ന് ഉയരട്ടെ, ഒന്ന് ഉയരട്ടെ. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ എനിക്കെന്റെ ഓ കണ്ടിടും അന്യേനല്ല. ഓ യേശുവേ കാണാനേ യേശുവേ യേശുവേ. എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നൊരു ശുശ്രൂഷ വെച്ചിരിക്കുന്നു. 2, നമ്മുടെ മുമ്പിൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ ദൂത് വെച്ചിരിക്കുന്നു. 3, നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രത്യാശ എന്ന വാക്കിനെ മൊത്തം പറയുവാൻ എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാം പറയുവാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഉയർപ്പ് കഴിഞ്ഞുള്ളൊരു പ്രത്യാശ. അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രത്യാശയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണമാണല്ലോ. നമ്മുടെ മുമ്പിൽ ഒരു തേജസ്കരണം വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും സ്തോത്രം വരത്തില്ലെന്നറിയാം. എന്താണ് ഈ തേജസ്? നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെയും ഒരു പ്രതിമ ധരിക്കേണ്ടതാകുന്നു. ആ സ്വർഗീയ പ്രതിമയുടെ ഒരു പേരാണ് തേജസ്. തേജസ്. നിങ്ങൾക്കൊരു തേജസ് ഉണ്ട്. ഒറ്റ വാക്കിലങ്ങ് നിർത്താം. നിങ്ങളാകുന്ന മനുഷ്യനെ ഈ 80 വർഷം നടത്താൻ വഹിക്കാൻ ദൈവം പണിത ഭവനമാണ് ഈ മൺകൂടാരം. എന്നാൽ ഇത് എത്ര പെയിന്റ് ചെയ്താലും എത്ര പാച്ച് വർക്ക് ചെയ്താലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. 100-ൽ കൂടുതൽ, അല്ലെങ്കിൽ 120. എന്നാൽ നിനക്ക് മറ്റൊരു കൂടാരം വേണം. നിനക്ക് മറ്റൊരു ഭവനം വേണം. കാരണം നിന്റെ ആത്മാവ് നിത്യമായതുകൊണ്ട് നിനക്കൊരു നിത്യഭവനം വേണം. അത് നിന്റെ പിതാവ് അറിഞ്ഞതുകൊണ്ട് നിനക്കൊരു നിത്യഭവനം അവൻ പണിയുന്നുണ്ട്. ആ ഭവനത്തിന്റെ പേരാണ് തേജസ്. ഇതിനകത്ത് ഞാനൊരു ദൂത് തുറന്നു പറയുന്നു. നിങ്ങൾക്കൊരു നല്ല വീട് കെട്ടാൻ പ്രാർത്ഥിച്ചോണം. കേട്ടില്ല. ഇവിടുത്തെ കാര്യമല്ല. അവിടെ നല്ല അടിപൊളി ഒരു വീട് കിട്ടാൻ, അത് തേജസിന്റെ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. കാര്യങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വചനം പറയുന്നു അവിടെ വീടിന് വ്യത്യാസം ഉണ്ടെന്ന്. തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടാകും. അവിടെ വലിയ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ചിലർ കൊടിലിൽ നിൽക്കേണ്ടി വരും. അന്ന് ചിലർ ആകാശമണ്ഡലങ്ങളിൽ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുമ്പോൾ
ചിലർ അവിടെ നിത്യലജ്ജയ്ക്കായി മെഴുകുതിരി പോലെ കത്തേണ്ടി വരും. കാരണം വീട് ചെറുതാ. കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറയാം. തേജസ്, ഒരു തേജസ്സിന്റെ കനം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് നിങ്ങളെ ലക്ഷ്യമാക്കി മാറ്റണം. ഈ ദൂത് സഭയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇത് മനസ്സിലാകുന്നത്? ഇതിനകത്ത് സഭ സ്വോത്രം പറഞ്ഞില്ലേ, പിന്നെ ജാതി സ്വോത്രം പറയുമോ? നമുക്കിത് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരിക്കൽ കൂടി ഒരു യാത്ര, വചനത്തിലൊരു പഠനത്തിന്റെ യാത്ര ആവശ്യമുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമുക്ക് തരുന്നതിൽ വെച്ച് ഏറ്റവും വലുതാണ് തേജസ്. ഒരിക്കൽ മോശ ദൈവത്തോട് കെഞ്ചിയ ഒരു കെഞ്ചൽ, ദൈവമേ എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിക്കാമോ? എന്താ മോശേ, പണമാണോ? മോശയുടെ മറുപടി, മിസ്രൈമിന്റെ നിക്ഷേപം വലിച്ചെറിഞ്ഞിട്ട് പോയ എനിക്ക് പിന്നെ പണം, പിന്നെന്താ അധികാരോ? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കാനുള്ളത് എടുത്തെറിഞ്ഞിട്ട് പോയി എനിക്ക് അധികാരമോ? പിന്നെന്താ ഒരാഗ്രഹം, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറയാൻ പറ്റുമോ? എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. മോശേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഒരു വടിയെടുത്ത് നിലത്തിട്ടപ്പോൾ പാമ്പാകുന്ന കണ്ടതാ, നിനക്ക് മതിയില്ലേ? ആ വടിയെടുത്ത് നൈൽ നദി അടിച്ചപ്പോൾ വെള്ളം രക്തമാകുന്ന കണ്ടതാ, നിനക്ക് മതിയില്ലേ? ആ വടിയെടുത്ത് ചെങ്കടൽ നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർക്കുന്നത് കണ്ടതാ, നിനക്ക് മതിയില്ലേ? ആ വടിയെടുത്ത് പാറയിൽ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെടുന്നത് കണ്ടതാ, നിനക്ക് മതിയില്ലേ? നീ ചലിക്കുന്ന മേഘം കണ്ടതല്ലേ? കത്തുന്ന വൈദ്യുതി കണ്ടതല്ലേ? തേയാത്ത ചെരുപ്പ് കണ്ടതല്ലേ? വളരുന്ന വസ്ത്രം കണ്ടതല്ലേ? നിനക്ക് മതിയില്ലേ? വീടിന്റെ മുറ്റത്ത് റേഷൻ കൊടുക്കുന്ന ദൈവപദ്ധതി കണ്ടതല്ലേ? നിനക്ക് മതിയില്ലേ? കയ്യെത്താ ദൂരത്ത് കാടകൾ നിൽക്കുന്നത് നിനക്ക് കണ്ടതല്ലേ? നിനക്ക് മതിയില്ലേ? മോശയുടെ വാക്ക് പോരാ, പോരാ. കേട്ടില്ല, പോരാ, 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 പോരാ. നിങ്ങളൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോരാ. ഇന്ന് രാത്രി ഇങ്ങനെ എനിക്ക് മതിയായില്ല കർത്താവേ എന്ന് പറയുന്ന ചിലരെ ദൈവത്തിന് വേണം. പോരാ, പോരാ. ദൈവമക്കൾ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിലും തൃപ്തരാകണം. എന്നാൽ ദൈവിക കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും തൃപ്തരാകരുത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ തൃപ്തരാകരുത്. ഈ വചനധ്യാനത്തിൽ തൃപ്തരാകരുത്. ഈ ആരാധനയിൽ തൃപ്തരാകരുത്. നിന്റെ അകത്തൊരു തീ കത്തട്ടെ, നിന്റെ അകത്തൊരു ദാഹം, നിന്റെ അകത്തൊരു വിശപ്പ് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധന്റെ ഒരു വാക്ക പോരാ. എലിശായേ, ഇവിടെ പ്രവാചകന്മാരുണ്ട്, പോരാ. ബേഥേലിൽ പ്രവാചകന്മാരുണ്ട്, നിന്നോ? പോരാ. ഈ സ്ഥലത്ത് ഗിൽഗാലിൽ പ്രവാചകന്മാരുണ്ട്, പോരാ, പോരാ, പോരാ. ഞാൻ വരുന്നത് ഇതിനൊന്നുമല്ല, പോരാ, പോരാ, പോരാ. എൻ്റെ തൃപ്തി ഇതിനകത്തൊന്നുമല്ല, പോരാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പോരാ. എന്നെ തൃപ്തിപ്പെടണമെങ്കിൽ നീ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ പുതപ്പല്ല, ആ ഉയരത്തിലേക്ക് പോകുമ്പോൾ നീ കയറി പോകുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ആ സ്വർഗം ഒന്ന് തുറക്കുന്നത് കാണും. എനിക്ക് അതിന്റെ ഇടവഴി, എനിക്ക് അവരെ ഒന്ന് കാണണം. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? എൻ്റെ ആഗ്രഹം ആ പുതപ്പ് പോലും അല്ല. നിന്നെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം തുറക്കത്തില്ലേ? ആ ഇടയിൽ എനിക്കതൊന്ന് കാണണം, ആ തുറന്ന സ്വർഗം. ഇന്ന് രാത്രിയിൽ ഒന്നും കൊണ്ട് തൃപ്തരാകരുത്. ഒരു തുറന്ന സ്വർഗത്തിന്, അതിനു വേണ്ടി ഒരു കൊതി നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. തൃപ്തിപ്പെടാത്തൊരു ഹൃദയം രാത്രി മുഴുവൻ
ഇടിച്ചൊരുക്കിയിട്ട് ഉറക്കം വരുന്നില്ല. പ്രഭാതത്തിൽ ഇടിച്ചൊരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി ഇരുട്ടിനെ വകവെക്കാതെ കല്ലറയിലെത്തിയ മഗ്ദലക്കാരത്തി മറിയ, അവൾ കണ്ടത് തുറന്ന കല്ലറയാ. അതവളെ തൃപ്തീകരിച്ചില്ല. അവൾ അവിടെ തന്നെ ഇരുന്നപ്പോൾ പത്രോസും യോഹന്നാനും ഇറങ്ങിച്ചെന്ന് മടക്കി വെച്ച തുണി കണ്ടു. അതും അവളെ തൃപ്തീകരിച്ചില്ല. അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നപ്പം ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദൂതനും അവളെ തൃപ്തീകരിച്ചില്ല. ദൂതൻ അവളോട് ദൂത് പറഞ്ഞു. ദൂതോളെ തൃപ്തീകരിച്ചില്ല. കാരണം അവൾ വന്നത് തുറന്ന കല്ലറ കാണാനല്ല. അവൾ വന്നത് മടക്കി വെച്ച തുണി കാണാനല്ല. അവൾ ഇറങ്ങി വന്നത് ദൂതനെ കാണാനല്ല. അവൾ ഇറങ്ങി വന്നത് ദൂത് കേൾക്കാനുമല്ല. അവൾ ഇറങ്ങി വന്നത് യേശുവിനെ കാണാനാണ്. ഇന്ന് രാത്രി മറ്റൊന്നും കൊണ്ടും തൃപ്തിപ്പെടാത്ത ഒരു ഹൃദയം നിങ്ങൾ എന്താ ഏറ്റെടുക്കാത്ത ആമേൻ പറഞ്ഞ് കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മോശേ, നിനക്കിതൊന്നും തൃപ്തിയല്ലേ? ഇല്ല. എന്നെ തൃപ്തിപ്പെടുത്തുന്നത് അത്ഭുതത്തിൻ്റെ വടിയല്ല, വളരുന്ന വസ്ത്രവുമല്ല, ചലിക്കുന്ന മേഘവുമല്ല. എന്നെ തൃപ്തിപ്പെടുത്താൻ ഒന്നിന് കഴിയും, നിന്റെ തേജസ്സിനെ ഒന്ന് കാണണം. കരമുയർത്തി നാമേം പറഞ്ഞാട്ടെ. ആ തേജസ്സിനെ കാണാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും അത്ഭുതം ചെയ്തൊരു മനുഷ്യൻ ഒന്ന് കാണാൻ കൊതിച്ചെങ്കിൽ, ദൈവവൈതലേ, നിന്നെ വിളിച്ചത് കാണാൻ വേണ്ടിയല്ല, അവന്റെ തേജസ് പ്രാപിപ്പാൻ. നിങ്ങൾ കൈകൾ ഉയർത്തിയില്ല, അന്ന് കരങ്ങളൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കാണാൻ വിളിച്ചവരല്ല, അത് പ്രാപിക്കാൻ. ഇന്ന് രാത്രി നീ പ്രാപിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. പക്ഷെ ഒരു വാക്കിലൊന്ന് പറഞ്ഞോട്ടെ. പത്മോസിൽ യോഹന്നാൻ യേശുവിനെ കണ്ടു. അവൻ കണ്ട യേശു രക്തവും തുപ്പലും വിയർപ്പും ഇടകലർന്നൊഴുകി കണ്ടാൽ ആളല്ലാതെ വിധം ആയ ഒരു രൂപത്തെ അല്ല അവൻ കണ്ടേ. ക്രൂശിതനായ ക്രിസ്തുവിനെ ദൈവം വെച്ചിരിക്കുന്നത് ഒരു ഭാവിയെ രക്ഷയിലേക്ക് നടത്താനാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ കാണുന്നത് ആ ക്രിസ്തുവിനെ അല്ല, മറിച്ച് അഗ്നിജ്വാലയ്ക്കത്ത കണ്ണ്, മാറത്ത് പൊൻകച്ച കെട്ടി, നിലവിളക്കുടെ മേൽ നിലയങ്കി ധരിച്ച്, വെള്ളോടിന് സദൃശമായ കാലുകൾ കൊണ്ട് 1000-10,000 കോടി സൂര്യന്മാർ ഒരുമിച്ചുദിച്ചാലും അവന്റെ മുഖശോഭയോളം വെക്കുവാൻ കഴിയാത്ത തേജസ് വാരി ചുറ്റപ്പെട്ട യേശു. ഒന്ന് കരങ്ങളെ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റും. ആ യേശു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ നിന്നെയുമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇച്ചിരി ആഴത്തി പറഞ്ഞ, ഏതാണ് യേശു, ഏതാണ് രാജേഷ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം എന്നെയും യേശുവിനെയും ഒന്നാക്കുന്ന ദൈവപദ്ധതിയുടെ പേരാണ് ഗ്ലോറിഫിക്കേഷൻ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവിത്ര വലിയ സ്നേഹം, സ്തോത്രം പറഞ്ഞില്ല, അവൻ നമുക്ക് തന്നിരിക്കുന്നു. വിവരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാക്ക് നിർത്തട്ടെ. നാം എന്താകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവൻ ഇരിക്കുന്ന പോലെ തന്നെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം അവനോട് മിണ്ടുന്നില്ല, നാം അവനോട് സദൃശന്മാർ. എന്നെയും യേശുവിനെയും ഒരുപോലെയാക്കുന്ന ആ ദൈവ പദ്ധതിയുടെ പേരാണ് തേജസ്. അത് ഞാൻ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് പ്രാപിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല.
പക്ഷെ നമ്മളിത് പ്രാപിക്കാൻ വേണ്ടി ഞരങ്ങുന്ന 3 ഗ്രൂപ്പ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. 1, സർവസൃഷ്ടിയും ഇന്നുവരെയും ഈറ്റിനോവോടെ ആയിരിക്കുന്നു. അതെന്താ? നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള പ്ലാവിനൊക്കെ വായില്ലാത്തതിന് സ്തോത്രം. വായുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പറഞ്ഞാനോ, കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ, ഇവളൊന്ന് തേജസ്കരിക്കപ്പെടുകയായിരുന്നെങ്കിൽ എൻ്റെ ഈ ദ്രവത്വം മാറത്തില്ലേ? സൃഷ്ടികൾ ഞരങ്ങുന്നു. 2, നമ്മുടെ അകത്ത് പാർക്കുന്ന ആത്മാവ് ഞരങ്ങുന്നു. 3, നമ്മുടെ അകത്ത് വരുന്ന പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. കരമുയർത്തി നാമം പറഞ്ഞാട്ടെ. ഈ 3 പേരുടെ ഞരക്കം നമ്മളൊന്ന് തേജസ്കരിക്കാൻ വേണ്ടിയാ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പൗലോസ് പറഞ്ഞു, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന, നിങ്ങൾ മിണ്ടുന്നില്ല, പോരല്ലോ, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. മറക്കരുത്, നിനക്കൊരു തേജസ്കരണമുണ്ട്. കരമൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിക്കുക. ഈ ദൂതനൊക്കെ കൈയടിക്കുന്നവർ ആത്മീയ കോളത്തിൽ കുറയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചു വരാം, നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം. നമുക്കൊരു തേജസ്കരണമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ലക്ഷ്യം തേജസ്കരണമാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം ശുശ്രൂഷ, നമ്മുടെ മുമ്പിലിരിക്കുന്ന മറ്റൊരു ലക്ഷ്യം ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ലക്ഷ്യം തേജസ്കരണം. അടുത്തതായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ലക്ഷ്യം പറഞ്ഞു നിർത്തട്ടെ. 12 എബ്രായർ 12:28 ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായിരിപ്പീൻ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ലക്ഷ്യമാണ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം പ്രാപിക്കണം. കൈകളെ ഉയർത്തി ആമേൻ പറയാമോ? ഇവിടെ നമ്മൾ പാരിൽ പരദേശി, ഇവിടെ വേരോടരുത്. എത്ര വേരോടിയാലും ഒരു കടൽ തന്നിൽ വീണ മനുഷ്യനെ 3-ാം ദിവസം കരയിലേക്ക് ഛർദ്ദിക്കുന്നത് പോലെ ഈ ഭൂമി നമ്മെ തുപ്പിക്കളയും. ഈ ഭൂമിക്ക് നമ്മെ വേണ്ട, ഇതിനും ഉറപ്പില്ല. എന്നാൽ ഇത് തള്ളിക്കളയുമ്പോഴും നമുക്ക് വേണ്ടി ഒരു ഭവനം, ഒരു നഗരം, ഒരു രാജ്യം അവൻ ഒരുക്കിയിട്ടുണ്ട്. കൈകളെ ഉയർത്തിയൊന്ന് ആമേൻ പറയാം. കൈകളെ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പിതാക്കന്മാർ അതിനെ കണ്ടു, നമ്മുടെ പിതാക്കന്മാർ അതിനെ ദർശിച്ചു. മുത്തുമയമായി വിളങ്ങുന്ന പട്ടണം, പുത്തനെറുശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യം, തങ്കനിർമ്മിതമായ നഗരം. അവിടെ ഞാൻ എത്തുമ്പോൾ ഭാര്യരാരും പാരിടാത്ത പാട്ടുകൾ പാടും, ഭാര്യരാരും ചൂടിടാത്ത വാടാമുടി ഞാൻ ചൂടും. ജീവന്റെ നാഥനാം ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോടുകൂടെ ഞാൻ ആ സിയോൻ പുരികിൽ വാഴും. അവിടെ രാപ്പകലില്ല, 4 ജീവികൾ പാടുന്നുണ്ട്. ജീവജലത്തിൻ്റെ നദികളുണ്ട്, ജീവവൃക്ഷമുണ്ട്. അവിടെ ഞാൻ എത്തുമ്പോൾ ലഭിക്കും നിശ്ചയം എൻ്റെ വിരുദനിക്ക്. ശത്രുക്കൾ ആരും അത് കൊണ്ടുപോകുകയില്ല. പ്രാപിക്കും ഞാൻ അന്ന് രാജൻ്റെ കയ്യിൽ കോടി കോടി ദൂതന്മാരുടെ മധ്യത്തിൽ. ഇളകാത്ത രാജ്യമേ, സിയോനൻ സ്വന്തമേ, ഭരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും. അവിടേക്ക് എത്തുവാൻ കാലമേറെയില്ല. കാഹളം നാം കേൾക്കാറായി, നമ്മുടെ കാന്തൻ വരാറായി. സമയത്തിൻ്റെ പരിമിതികൾ എന്നെ ബാധിക്കുന്നു, എങ്കിലും നിങ്ങൾക്കുള്ളത് കർത്താവ് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ലക്ഷ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യം, ദൈവരാജ്യം പോരാ. കൈകളെ ഉയർത്തിയൊന്ന് ആമേൻ പറഞ്ഞ്, ദൈവരാജ്യം. ഇന്ന് കാലുകുത്തി നിൽക്കുന്ന ഭൂമി സ്ഥിരമല്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇതെല്ലാം പാഴാണ്. പക്ഷേ താതം ശില്പിയായി നമുക്ക് വേണ്ടി ഒരു നഗരം പണിതിരിക്കുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ നഗരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നീ സ്നേഹിക്കുന്ന അബ്രഹാം അവിടെയുണ്ട്, നീ സ്നേഹിക്കുന്ന ഹാനോക്ക് അവിടെയുണ്ട്,
നീ കാണാൻ കൊതിച്ച ഒത്തിരി വിശുദ്ധന്മാർ അവിടെയുണ്ട്. യെസ്, ദാനിയേൽ ഉണ്ടവിടെ, ദാവീദ് ഉണ്ടവിടെ, മോശയുണ്ടവിടെ, ഏലിയാവ് ഉണ്ടവിടെ, കർത്താവിന് വേണ്ടി സേവ ചെയ്ത പൗലോസ് ഉണ്ടവിടെ, പത്രോസ് ഉണ്ടവിടെ. വിശുദ്ധ ഗണങ്ങൾ അവിടെ ഉണ്ട്. അതെ, നിനക്കും അവിടേക്കൊരു ക്ഷണം അവന്റെ രാജ്യം പ്രാപിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ 4 ലക്ഷ്യങ്ങൾ ഞാൻ നിർത്തുന്നു. ഈ 4 ലക്ഷ്യങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ ഈ 4 ലക്ഷ്യവും പ്രാപിക്കണമെങ്കിൽ പറഞ്ഞങ്ങ് നിർത്താം. വിശ്വാസത്തിന്റെ നായകനും, കേൾക്കുന്നില്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നീ നോക്കണം. അല്ലാതെ ഇത് പ്രാപിക്കാൻ പറ്റത്തില്ല മക്കളെ. യേശുവിനെ നോക്കാതെ പോരാ 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 പോരാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ യേശുവിനെ നിർത്താതെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. സത്യത്തിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു. എനിക്കിവിടെ വന്ന് എൻ്റെ നസ്രായനെ ഉയർത്താനാണ് ഞാൻ കൊതിച്ചേ. ഇവിടെ വന്ന് എൻ്റെ യേശുപ്പയെ ഒന്ന് വർണ്ണിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചേ. പക്ഷെ കർത്താവ് അതിന് മുമ്പ് പലതും നമുക്ക് നൽകി നമ്മെ ആശ്വസിപ്പിച്ചു. ലക്ഷ്യത്തിലെത്തണോ? യേശുവിനെ നോക്കുക. കാരണം അവനാണ് തുടങ്ങുന്നവൻ, അവനാണ് പൂർത്തീകരിക്കുന്നവൻ. അവനിലല്ലാതെ ഒന്നും തുടങ്ങാനും പറ്റത്തില്ല, അവനിലല്ലാതെ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അവൻ ആൽഫ, അവൻ ഒമേഘ, അവൻ ആദ്യൻ, അവൻ അന്ത്യൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കൈകളെല്ലാം ഉയർത്തി ആ യേശുവിനൊന്ന് സ്തുതിക്കാം, ആ യേശുവിനൊന്ന് സ്തുതിക്കാം, ആ യേശുവിനൊന്ന് സ്തുതിക്കാം. ഒരിക്കൽ കൂടെ യേശുവിനെ ഒന്ന് സ്തുതിക്കാം. എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കൊതിയുണ്ട്. കർത്താവേ, എന്നെ സഹായിക്കണേ. എനിക്കിത് പ്രാപിക്കണം, അതിന് ഞാൻ വാഞ്ചിക്കുന്നു എന്നാഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് കൈകളെ ഉയർത്തി 1 മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ഇങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാനല്ല പറഞ്ഞേ, കർത്താവിന് വരവിൽ പോകാൻ ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളെ 2 ഉയർത്തി, കൈകളെ 2 ഉയർത്തി യേശുവിനോട് പറ, ഒരുക്കണമേ. മിണ്ടിയില്ല, ഒന്ന് ചേർന്ന് പറഞ്ഞാൽ ഒരുക്കണമേ, എന്നെ ഒരുക്കണമേ. മിണ്ടിയില്ല, എന്ന് ശബ്ദം ഉയർത്തി പറ, എന്നെ ഒരുക്കണമേ, എന്നെ ഒരുക്കണമേ. കൈകളെ ഉയർത്തി പറ, ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ എന്നെ ഒരുക്കണമേ. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും എല്ലാ കരങ്ങളും അടിച്ച് വിശ്വാസവും വ്യർത്ഥമല്ല, വ്യർത്ഥമല്ലാതെ നിശ്ചയം വേഗം കാണുമെന്നാളേ. വ്യർത്ഥമല്ലാതെ നിശ്ചയം വേഗം കാണുമെന്നാളേ. കണ്ടിടോ കണ്ടിടോ പ്രിയരെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ.
സ്വർഗത്തൊരു അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിംഹാസനം ചെയ്യുന്ന അവകാശം ഞാനും പ്രാപിപ്പാൻ. സിംഹാസനം ചെയ്യുന്ന വിശുദ്ധരൊത്തൊരു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അങ്ങനെയല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അങ്ങനെയല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപേ, യേശു മണാളനേ
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാന്യ കർത്താവിൻ്റെ ദാസനോടുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നാം കേട്ട ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഈ രാത്രി ഉണർത്തുവാനായിട്ടിടയായി. നമുക്കൊരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിന് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ഒ വർഗീസ് പി ചിമാസ് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ നമുക്ക് പിരിയാം. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, ദാസനെ ഞങ്ങൾ മധ്യ കൊണ്ടുവന്ന് പുത്തൻ അഭിഷേകത്തോടുകൂടെ ശക്തിയോടുകൂടെ അങ്ങനെ വചനം ഘോഷിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ദേശത്തിന് ആവശ്യമായ, ഞങ്ങൾക്ക് ആവശ്യമായ, എനിക്ക് ആവശ്യമായ ദിവ്യ സന്ദേശം ഇന്ന് രാത്രി നൽകിയതോർത്ത് സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ കൃപ നൽകുമാറാകണമേ. ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ആത്മാക്കൾ നേടുവാൻ നിത്യനരകത്തിലേക്ക് മണിയോരാത്തയിലേക്ക് പാഞ്ഞു പോകുന്ന ആയിരങ്ങളെ പതിനായിരം കണ്ടുകൊണ്ട് വലവിധേയനും ഒരു വ്യക്തിയെങ്കിലും ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുവാൻ കടയാകേണ്ടതിനെ നിർത്തിപ്പാൻ ആവശ്യമായ കൃപ നമ്മളെ പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉപരിയായ അനേക ലക്ഷ്യങ്ങൾ ദാസപ്രസംഗത്താവേ അന്യവാദികളുടെ പുനരുത്ഥാനത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ, കഷ്ടാനുള്ള കൂട്ടായ്മ രുചിച്ചറിയുവാൻ, അങ്ങേ നേടുവാൻ പുനരുത്ഥാനത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പിന്നെയും ഞാൻ കേട്ടതായ വന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുത്തൻ്റെ ഒരു ലക്ഷ്യം, നിന്റെ മണവാളിൻ്റെ വരുന്ന ലക്ഷ്യം, അതേ ഓർത്തുകൊണ്ട് യാത്ര സഹായിക്കുമാറാകണമേ. ഈ യോഗത്തെ അനുഭവത്തെ സ്തോത്രം ചെയ്യുന്നു.